പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രത്യാശ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരേ ഒരു മുഖമല്ലേ ഉള്ളൂ ഇപ്പോൾ. അത് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൾ റഹീമിൻ്റെതാണ്. അബ്ദുൾ റഹീമും ഉമ്മയും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ വാർത്താ പ്രഭാതത്തിൽ. ഇന്നലത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും സമാധാനത്തോടു കൂടി ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവും. നമസ്കാരം ഉമ്മ. നമസ്കാരം റഹീം. നമസ്കാരം ഉമ്മ. ഇന്നലെ സുഖമായി ഉറങ്ങി അല്ലേ? കേൾക്കണില്ലേ? തിരിയണില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? മനസ്സമാധാനത്തോടു കൂടി ഒരുപാട് നാൾക്ക് ശേഷം കേട്ടിട്ട് മനസ്സിലായി കിട്ടണ്ട പറയാൻ കേൾക്കുന്നതല്ലാതെ. ആണോ? അല്ല ഉമ്മ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയല്ലേ എന്ന് ചോദിച്ചതാ. മോൻ വന്നു, സ്വപ്നം യാഥാർത്ഥ്യമായി. മകനെ കണ്ട സന്തോഷത്തോടു കൂടി കേൾക്കാം. മകനെ കണ്ടല്ലോ എന്നുള്ള സന്തോഷം. റഹീം, ഇന്നലെ ഉമ്മ ഭക്ഷണമൊക്കെ വാരി തരുന്നത് കണ്ടപ്പോഴേ ഞങ്ങൾക്കും വല്ലാത്തൊരു, നമ്മളും കൊച്ചുകുട്ടിയായിരുന്നു പോലെ തോന്നിയില്ലേ? ഭക്ഷണം വാരി കൊടുക്കാനോ ആക്കാനൊക്കെ എൻ്റെ കുട്ടിനെ അള്ളാഹുക്ക് എത്തിച്ചില്ല. റഹീം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ച, ഒരു പുനർജീവിതം അള്ളാഹു തന്നയ്ക്കും. ഉമ്മ വന്ന് ആദ്യം എന്താ പറഞ്ഞ റഹീം? ഞങ്ങളത് കാണിക്കാൻ പറ്റിയില്ല പ്രേക്ഷകരെ. ഉമ്മ കണ്ടപ്പോ ആദ്യം എന്താ പറഞ്ഞത് റഹീം? കണ്ടാന്നറിഞ്ഞു. പിന്നെ വന്ന് കണ്ട് അൽഹംദുലില്ലാ ഇപ്പം എൻ്റെ കുട്ടീൻ്റെ അടുത്ത് എത്തി. അള്ളാഹിനോട് ശുക്ർ ചെയ്യാം. റഹീം, ഈ 20 വർഷമല്ലേ, നീണ്ട കാലാണ്. ഒരു സിനിമ എഴുതിയാൽ എനിക്ക് തോന്നുന്നു ആടുജീവിതത്തെക്കാൾ വലിയ കഥയായിരിക്കും അതല്ലേ? പിന്നെ അള്ളാഹുവിൻ്റെ ആയുസ് നീട്ടിട്ടോ താല്പര്യത്തിൻ്റെ കുറ്റം കാണാൻ. അതെ. റഹീം, ഞാനൊന്ന് ചോദിച്ചോട്ടെ, സാഹചര്യം ഒരുക്കിയ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും റഹീം, ഈ 20 വർഷേ ഈ ജയിലിൽ കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ ഒക്കെ ഉണ്ടായിരുന്നോ ശരിക്കും? നാട്ടിൽ ഉമ്മയുടെ പ്രാർത്ഥനയൊക്കെ ഫലിക്കുമെന്നും ഒക്കെ വളരെ സന്തോഷം. വളരെ കുറവായിരുന്നു. 2018 വരെ, അതായത് 18 വർഷം വരെ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കിട്ടും, ഇങ്ങനെ രക്ഷപ്പെടും, ഇവിടെ എത്താൻ സാധിക്കുന്നില്ല. പ്രതീക്ഷ വളരെ കുറവായിരുന്നു. ജനങ്ങളുടെ സഹായങ്ങളും പിന്നെ MSI കമ്മിറ്റിയും ഇന്ത്യൻ എംബസിയും നിരന്തര പോരാട്ടവും ആ കുടുംബം വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് സമ്മതിച്ചു. പണം ആവശ്യപ്പെട്ടു. ഈ പണത്തിന് വേണ്ടിയുള്ള എല്ലാ പോരാട്ടങ്ങളും ജനങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നടത്തി തന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. റഹീം, ഈ അനുഭവങ്ങളൊക്കെ എഴുതാനായിട്ട് ആലോചനയുണ്ടോ? പല മേഖലയുള്ളവരും ഏതായാലും അതെല്ലാം നീ മറക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പഴയ കാലങ്ങളെല്ലാം കഴിഞ്ഞ് ഈ ഒരു പുതിയ ജീവിതത്തിലേക്ക് കഴിഞ്ഞതെല്ലാം അത് മറന്ന് റഹീം, ഞാനൊന്ന് ചോദിക്കട്ടെ, താല്പര്യമില്ല. ജയിലിലൊക്കെ കിടക്കുമ്പോഴേ നമുക്കറിയില്ല അവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന്. നമ്മൾ ഈ നാട്ടിലെ ജയിലുകളാണല്ലോ പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുള്ള അനുഭവം ഉണ്ടാവുക. അങ്ങനെ അത്രയും നിരാശ നൽകുന്ന അവസ്ഥയായിരുന്നോ 20 വർഷവും? അത്രയും കഷ്ടപ്പാടായിരുന്നു റഹീം? നിരാശ ഇല്ല, കഷ്ടപ്പാട് നിരാശയിലെ ഒരുപാട് വ്യക്തികളുണ്ട്. പല ഇതുപോലെ എന്നെ പോലെ തന്നെ നിരപരാധികളായിട്ടുള്ളതും പ്രതികളായിട്ടുള്ളതും ഒരുപാട് പേര്, പല രാജ്യക്കാരും, ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഈജിപ്ഷ്യൻ, യമൻ, എല്ലാവരും ഉണ്ട്. പലവരും പലരും അവരവരുടെ സങ്കടം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും. ഇപ്പോൾ ഇതിനെക്കാട്ടി കൂടുതലായിട്ട് കിടക്കുന്നവരും അവിടെ ഉണ്ട്. 25 വർഷം 28 വർഷമായിട്ടുള്ളവരും ഉണ്ട് അവിടെ. തീരുമാനമാവാത്തതും മലയാളികൾ എൻ്റെ കൂടെ ഒരു പത്തനംതിട്ട സ്വദേശി ഇപ്പോൾ അവിടെ ഉണ്ട്. അവര് വിധി ആയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞൊരു മാസം മുമ്പ്. ജയിലിൽ വെച്ച് നല്ല ചങ്ങാതിമാരെ ആരെങ്കിലും കിട്ടിയോ റഹീമിന്? ഒരു ഉത്തർപ്രദേശുകാരൻ മരിച്ച എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. എല്ലാം സഹകരണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ നമ്മൾ സാധാരണ ഇവിടുത്തേക്ക് പോലീസിന്റെ ഒന്നും പെരുമാറ്റം അത്ര മോശമായിരുന്നോ? അല്ലല്ലോ, പോലീസൊക്കെ കുറച്ചുകൂടി വളരെ മാന്യമായിട്ടല്ലേ അവിടെ ജയിലിൽ പെരുമാറുന്നതൊക്കെ? എല്ലാ തുടക്കത്തിലൊക്കെ പറഞ്ഞാൽ ഒരു ഇതുണ്ട്. പിന്നെ എല്ലാവരും പരിചയക്കാരും നല്ല സഹകരണങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ജയിലിന്റെ പ്രതീതി പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നത് ഊഹിക്കാനുള്ള ഒരു ഇതുള്ളൂ, പറഞ്ഞറിയിക്കണ്ടല്ലോ. ഈ ജയിലിനുള്ളിൽ കഴിയുമ്പോഴേ നാട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താ? ഭക്ഷണമായിരുന്നോ, ഉമ്മയെ കാണണോ എന്നുള്ളതാണോ, ഇവിടുത്തെ കാലാവസ്ഥയാണോ, സുഹൃത്തുക്കളാണോ? ഫാമിലി തന്നെ. ഇപ്പോഴും അവസാന നിമിഷം ഫോൺ വിളിക്കാൻ ഒരു ദിവസം 15 മിനിറ്റാണ് സമയം അലോട്ട് ചെയ്തത്. അതും 4 നമ്പറിൽ അവിടെ രജിസ്റ്റർ ചെയ്യണം.
ഈ നമ്പറിൽ മാത്രമേ വിളിക്കാനുള്ളൊരു സൗകര്യം, അതായത് ഈ മർഡർ കേസ് മാത്രം, കൊലപാതക കേസ് മാത്രം. മറ്റൊരു കേസുപ്പെട്ടവർക്ക് ഏത് നിമിഷവും ഏത് നമ്പറിലും എത്രയും വിളിക്കാം. അതായത് 10 മണിക്കൂർ ദിവസം സമയമുണ്ട്. പക്ഷെ നമുക്ക് 15 മിനിറ്റ് അലോഡ് ഒരു ദിവസം, അതും രജിസ്റ്റർ ചെയ്ത നമ്പറിൽ മാത്രം. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ റഹീം അറിയുന്നുണ്ടായിരുന്നോ? 20 വർഷം 2006-ലാണല്ലോ. അതിനുശേഷം സർക്കാരൊക്കെ മാറി, പല സർക്കാരുകൾ വന്നു, കേരളത്തിൽ തുടർഭരണം ഉണ്ടായി, റോഡുകളൊക്കെ മാറി, പുതിയ സിനിമകളൊക്കെ വന്നു, അല്ലേ? അർജന്റീന കപ്പടിച്ചു. വിളിക്കുമ്പോൾ നാട്ടിലിറങ്ങിയപ്പോൾ നാടൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. ആദ്യമായിട്ട് മാറ്റം വളരെ കുറവാണ് അറിയാൻ. 20 വർഷം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വരുമ്പോഴേ വണ്ടിയിലിരുന്ന് ശ്രദ്ധിച്ചത് എന്താ? നാട്ടിൽ വന്ന ആദ്യത്തെ മാറ്റം മനസ്സിൽ വന്നത് എന്താ ഇത് കാണുമ്പോ? നാടും റോഡും എല്ലാം മാറിയിരുന്നു. വരുന്ന വഴികളൊക്കെ നല്ല വിദേശത്തെ റോഡ് മാറി തന്നെ നല്ല മാറ്റങ്ങളാണ് കാണാൻ സാധിച്ചത്. ഞാൻ ഒരു കാര്യം കൂടി റഹീമിനോട് ചോദിക്കട്ടെ. അതായത് അന്നേ 2006 ഡിസംബർ 26 എന്താ സംഭവിച്ചതെന്ന് പല പ്രേക്ഷകരും പല രീതിയിലാണ് അത് കാണുക. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു, അതിൽ റഹീം നിരപരാധി തന്നെയായിരുന്നു, അത് പിന്നീട് ബോധ്യപ്പെട്ടു ആ കുടുംബത്തിന് എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. അന്ന് ഈ അനസ് എന്ന് പറയുന്ന കുട്ടി അത് ശരിക്കും ആ ട്രാഫിക് സിഗ്നലിൽ വെച്ച് ആ കുട്ടി നിർബന്ധം പിടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണോ? വണ്ടി ഓടിച്ചു പോകണം എന്നുള്ളത് അന്ന് ശരിക്കും റഹീം എന്താ പറഞ്ഞത് ആ കുട്ടിയോട്? അവന്റെ പ്രതികരണത്തിലാണ് എനിക്ക്, കാരണം അവന്റെ പ്രതികരണത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് ദേഷ്യത്തിലാണ്. കാരണം അവൻ പറഞ്ഞ് ഈ സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഭാഷ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏതൊരു വ്യക്തി ദേഷ്യപ്പെടുന്ന സമയത്ത് മനസ്സിലാവും ദേഷ്യത്തിലാണ്. പിന്നെ വണ്ടി മുന്നോട്ട് എടുക്കാത്തതിൻ്റെ വേഗം തുപ്പിയ സമയത്ത് കൈ വീശിയാണ് അവൻ്റെ മുഖത്ത് നേരെ. പക്ഷെ അടി കൊണ്ടത് കഴുത്തിലാണ്. അതല്ലേ, അത് നമ്മൾ പലതവണ പറഞ്ഞിട്ടും അത് അവർക്ക് ബോധ്യമാവാതെ പോയതുകൊണ്ടാണ് ആദ്യം വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്, അല്ലേ? അതെ, എല്ലാം മെഡിക്കൽ റിപ്പോർട്ടിൽ മരണം സംഭവിച്ചതെല്ലാം മരണങ്ങൾ 2 ദിവസങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ കോടതി അവരെ കുടുംബം പറഞ്ഞ ഞാൻ മരണം വരെ അടിച്ചിട്ടാണ് മരിച്ചത്. കഴിഞ്ഞ് എല്ലാം അവിടുത്തെ നിയമത്തിന്റെ മുമ്പിൽ കുറ്റവാളിയായിട്ടാണ് ഇത്രയും കാലം. റഹീം അതിനുശേഷം ആ കുട്ടിയുടെ പേരൻസിനെ കണ്ടിരുന്നു നേരിട്ട്? ജീവിതത്തിലേക്ക് ഇല്ല, കോടതി വിളിക്കുന്ന സമയത്ത് അവരെ ഹാജരാവാറുണ്ട്. കണ്ടിട്ടില്ല അല്ലേ നേരിട്ട്? ഇല്ല, കോടതി വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫാദറോ അല്ലെങ്കിൽ സഹോദരനോ ആരെങ്കിലും കോടതിയിലാക്കണം. ഈ അവിടെയുള്ള ആ ഉമ്മയോടും ഒക്കെ റഹീമിന് എന്താ പറയാനുണ്ടായിരുന്നത് നേരിട്ട് കാണുകയായിരുന്നെങ്കിൽ? കാര്യം യാദൃശ്ചികമായി സംഭവിച്ചതാണല്ലോ, ഒരു അപകടത്തിന് സമാനമായിരുന്നല്ലോ. അവരൊന്ന് കാണാൻ സാധിക്കും, പിന്നെ കാണിച്ചില്ല. പിന്നെ അവരെ വക്കീലായിരുന്നു പിന്നെ കോടതിയിലെ എല്ലാ കാര്യങ്ങളും നീക്കങ്ങളും നടത്തിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. ഇനി മുന്നോട്ട് എങ്ങനെയാണ് റഹീം? ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരൊക്കെ ഒരുപാട് പേര് ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എല്ലാം ആലോചിച്ച് നാട്ടുകാരും സുഹൃത്തുക്കളും കുടുംബക്കാരും എല്ലാം കൂടിയിരുന്ന് നീങ്ങേണ്ട ഒരു കാര്യമാണ്. ഇനി റഹീമിന്റെ ഭാഗത്തുനിന്ന് ഒരു കല്യാണമൊക്കെ കഴിപ്പിക്കണം, അതാണോ ഉമ്മ ആദ്യം ചോദിക്കുക? ഉമ്മ ആദ്യം പറയുക അതോ ജോലിയോ? ഒത്തിരി ജീവിക്കാനുള്ള വിധി തരട്ടെ, സമാധാനം കിട്ടും. ഞങ്ങളതൊക്കെ പറഞ്ഞു കേട്ടിട്ട് കൽബ് പൊട്ടിപ്പോയി. സമാധാനം അള്ളാഹുക്ക് തരട്ടെ. അപ്പൊ വലിയ പെരുന്നാൾ സമ്മാനമായി, അള്ളാഹിനെ സ്തുതിക്കാം. വലിയ പെരുന്നാൾ സമ്മാനമായി അല്ലേ ഉമ്മ? ഭയങ്കര പെരുന്നാളല്ലേ. അത് തന്നെ എൻ്റെ കുട്ടീനെ ആവശ്യം നീട്ടിട്ട് എടുത്ത് എത്തിന് അള്ളാഹിനെ എത്ര കണ്ട് സ്തുതിക്കണം. നിങ്ങളൊക്കെ തോണ്ടിട്ടല്ലേ കഴിച്ചിലായി. വലിയ പെരുന്നാളായി, 2 പെരുന്നാളായി. കുട്ടിയെ കണ്ടത് എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തീർച്ചയായിട്ടും റഹീം, നമുക്ക് നേരിട്ട് കാണാം എപ്പോഴെങ്കിലും. താങ്ക് യു ഉമ്മ, താങ്ക് യു റഹീം, താങ്ക് യു. അപ്പൊ സ്നേഹം, നിറയെ സ്നേഹം അതിലേ നമുക്ക് തരാൻ പറ്റും. താങ്ക് യു റഹീം, താങ്ക് യു ഉമ്മ, താങ്ക് യു. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ റഹീമും നമ്മുടെ റഹീമിനെ കാത്തിരുന്ന ഉമ്മയുമാണ് നമുക്കൊപ്പം ചേർന്നത്.